ലീഗ് ഇല്ലെങ്കിൽ എന്താ, കിരീടം ഇല്ലെങ്കിൽ എന്താ, ടൈറ്റിൽ ഇല്ലെങ്കിൽ എന്താ, കപ്പില്ലെങ്കിൽ എന്താ, ഇൻസ്റ്റഗ്രാം ഇന്ററാക്ഷൻ റൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ആശ്വാസം കണ്ടെത്തേണ്ടി വരുന്ന ഏറ്റവും ഗതികെട്ട ആരാധക സമൂഹങ്ങളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. പണ്ട് ഇതൊക്കെ വലിയ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞിരുന്നു. ഏഷ്യൻ വൻകരയിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ റേറ്റ് ഉള്ള ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത്രയും ഫാൻസിനെ ഉണ്ടാക്കാൻ ISL വേറെ ഏതെങ്കിലും ക്ലബിന് പറ്റുമോ? ഞങ്ങൾ വേറെ ലെവലാണ്, മാങ്ങയാണ്, തേങ്ങയാണെന്ന്. പക്ഷേ ഇതൊക്കെ ഒരു അപമാനമാണെന്ന് തിരിച്ചറിയുന്നത് കുറെ കാലം കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ഇപ്പോഴും മാസമായിട്ട് പറയാനാണ് ഞാൻ പണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും ഏഷ്യൻ വൻകരയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അത്രയും സോഷ്യൽ മീഡിയ മൊബിലൈസേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ക്ലബ്ബുകൾ അപൂർവങ്ങളിൽ അപൂർവമാണ്. കഴിഞ്ഞ മാസത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാമിന്റെ ഇന്ററാക്ഷൻ റേറ്റ് എടുത്ത് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ തന്നെയുണ്ട്. ആദ്യ 2 സ്ഥാനങ്ങളിൽ സൗദിയിലെ വമ്പൻ ക്ലബ്ബുകളാണെന്ന്. ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നത് കൊണ്ട് തന്നെ അൽ ഹിലാൽ ആയിരിക്കും എന്നത് എല്ലാവർക്കും അറിയാം. അൽ നാസർ ആയിരിക്കും എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. 40.6 മില്യൺ ആണ് കഴിഞ്ഞ മാസത്തെ അൽ നസറിന്റെ ഇന്ററാക്ഷൻ റേറ്റ്. 2ാം സ്ഥാനത്ത് വരുന്നത് അൽ ഹിലാലാണ്. സൗദിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ക്ലബ്ബാണ്. നെയ്മർ ജൂനിയർ ഉൾപ്പെടെയുള്ള സൂപ്പർ താരങ്ങളുണ്ട്. നെയ്മറിന്റെ പരിക്കുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. സോ അൽ ഹിലാലിന്റെ ഇന്ററാക്ഷൻ റേറ്റ് വന്നിട്ട് 38.2 മില്യൺ ആണ്. 3ാം സ്ഥാനത്ത് ദ വൺ ആൻഡ് ഓൺലി ബ്ലാസ്റ്റേഴ്സ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്നുള്ള ക്ലബ്ബായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 16.9 മില്യൺ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ഇന്ററാക്ഷൻ റേറ്റ്. എന്തുവാടേ ഇത്? സോഷ്യൽ മീഡിയ ഇന്ററാക്ഷൻ റേറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മുന്നിലുണ്ട്. പണ്ടാണെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പിടിച്ചു കുലുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൊമ്പന്മാർക്ക് കെൽപ്പുള്ളതിനോളം കരുത്തുള്ള വേറെ ഏത് ക്ലബ്ബുണ്ടടാ ഈ ഇന്ത്യൻ മണ്ണിൽ എന്നൊക്കെ വെല്ലുവിളിച്ച് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അത് മാത്രമേ ഉള്ളതുകൊണ്ട് പറയുന്നതിനകത്ത് വലിയ ഗുമ്മൊന്നും ഇല്ല.